സ്കൂൾ തുറന്ന 6 മാസമാകുമ്പോഴത്തേനും ബാഗ് നാശമായ കഥയായിട്ടെന്ന് പറയാനുള്ളത്. വേറൊന്നുമല്ല, ബാഗ് കൊടുന്നു കഴിഞ്ഞാൽ പിന്നെ ദൂരെ കരച്ചിലല്ലേ, പിന്നെ പിറ്റേന്ന് പോകാൻ വേണ്ടിയിട്ടാണ് നോക്കുള്ളൂ. അങ്ങനെ ബാഗ് മേടിക്കാൻ വേണ്ടി വന്ന കാഴ്ചട്ടോ ഈ കാണുന്നത്. നമ്മുടെ എന്താണെന്ന് വെച്ചാൽ ഇതൊന്നുമല്ല, ബാഗ് മേടിക്കാൻ താത്താക്കാണ് പോയതെങ്കിലും ഇവിടെ വന്ന വെള്ള ബാഗും നാശമായി പറഞ്ഞിട്ട് വൻ കരച്ചിലാണ് കേട്ടോ. ഉള്ള വീട്ടിൽ ഇങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ പ്രത്യേകം കമന്റ് ആക്കി കേട്ടോ. താത്താക്ക് എന്താ വാങ്ങണമെന്ന് വെച്ചാൽ അതുപോലെ അവൾക്കും വാങ്ങണം. മുട്ടായി ആണെങ്കിൽ പോലും ആ ബാഗ് വാങ്ങിച്ചിട്ട് ഇപ്പം അധികമായിട്ടില്ല. അവൾക്ക് ബാഗ് വാങ്ങിക്കാൻ പോകണം എന്ന് പറഞ്ഞപ്പോൾ അവർക്കും വേണമെന്നുള്ള വാശിയിലാണ് പീ നിൽക്കുന്നത്. പിന്നീടുണ്ടായ കാഴ്ച കണ്ടപ്പോൾ നിങ്ങളീ കാണാൻ പോണത്, അതും കുന്നംകുളത്ത് അങ്ങാടിയുടെ നടു റോട്ടിൽ. വേറെ ലഞ്ച് ബാഗ് ഇതൊക്കെ മേടിച്ചാലെന്ന് പറയുമ്പോൾ അതൊന്നും അവൾക്ക് പറ്റില്ല, ഒന്നും അവൾക്ക് പറ്റില്ല, ബാഗ് തന്നെ വേണം. പിന്നീട് സംഭവിച്ചത് ഇതാണ്, കണ്ടോളി അല്ലേ, ഇതാണ് പിന്നീട് സംഭവിച്ചത് കേട്ടോ. ഇവിടെ ഇല്ല, കുന്നോളത്ത് അങ്ങാടിയിൽ അവസാനം പറഞ്ഞു ഒതുക്കി ഒരു ജ്യൂസ് മേടിച്ച് കൊടുത്ത കാഴ്ചട്ടോ ഈ കാണാൻ. തിരിച്ച് ഡ്രസ്സ് കടയിൽ കയറാനുണ്ടായിരുന്നു, അവിടെ കയറി. പിന്നെ ആൾക്ക് ഓൾറെഡി ഡ്രസ്സ് എടുക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കുട്ടികളൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ പ്രത്യേകം കമൻറ്റ് ചെയ്യട്ടോ. ആൾക്കൊരു സാധനം വാങ്ങാൻ പോകുമ്പോൾ ഒക്കെ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന കുട്ടികൾ. ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ ബാഗ് നായ കടിച്ച് പൊളിച്ചൊരവസ്ഥയിലായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ കോമഡി, ട്യൂഷൻ കഴിഞ്ഞ് വന്ന പാടാണ് നമ്മൾ ബാഗ് മേടിക്കാൻ വേണ്ടി പോയത്. വീട്ടിൽ വെച്ചിട്ടാണ് ബാഗ് പോയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വരുമ്പോൾ നായ കടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു ബാഗ്. അവൾ ആഗ്രഹിച്ചതുപോലെ തന്നെ വീണ്ടും അവൾക്ക് ആ ബാഗ് കിട്ടിയെന്നുള്ളതാണ്. ഇനി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ മേടിച്ച ബാഗ് അവൾക്ക് തന്നെ ഉപയോഗിക്കാനായിട്ടോ വീണ്ടും പഴയ ബാഗ് തന്നെ കൊണ്ടുപോകണം. ആ കഥ കേട്ടോ. ഇതിൽ പോയപ്പോഴുള്ള കാട്ടിക്കൂട്ടിലാണ് പീ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചു വരുന്നൊരു കാഴ്ച കേട്ടോ പീ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കൂളായത് വേറൊന്നുമല്ല, വേറൊരു ഓഫർ വെച്ചോണ്ടാട്ടോ ഈ കൂളായിട്ടുള്ളത്, അല്ലാണ്ട് വേറൊന്നുമില്ല. ഓഫർ എന്തെന്നല്ലേ, മന്തി വേണമെന്നാണ് പറഞ്ഞത് കേട്ടോ. ഇത് മാത്രമല്ല, ലോഡർ ഫേസും വേണമെന്നൊക്കെയാണ് കേട്ടോ പറയണേ. എന്തൊക്കെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ വണ്ടി ഇരിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഈ കാണുന്നത്. വണ്ടി സൈഡാക്കി നിർത്തിയപ്പോഴാണ് അവള് സ്കൂളിൽ പോകണ മാമനെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കണ കണ്ടു കേട്ടോ. അവള് സ്കൂളിൽ പോണ വണ്ടിയാണ് ആ കാണുന്നത്. മൂപ്പറിന്റെ വഴിയിൽ കണ്ടപ്പോൾ മൂപ്പരോട് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ആള് നിൽക്കുന്നത്. ഉമ്മ ഇറങ്ങി മെഡിക്കൽ ഷോപ്പിൽ പോയി മെഡിസിൻ എന്താ മേടിക്കാൻ വേണ്ടി പോയത് ആപ്പിലാണ് ഇപ്പോൾ മൂപ്പര് ആളെ കണ്ടത്. ഇറങ്ങി വീട്ടിലേക്ക് കുറച്ച് ചിക്കൻ മേടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ കാഴ്ചട്ടോ ഈ കണ്ടത്. അങ്ങനെ ചിക്കൻ മേടിച്ച് ചിക്കനൊക്കെ പറഞ്ഞ് ഒരു കട്ട് ചെയ്യണ സമയത്താണ് അവൾക്ക് കാട വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഒരു കാടനെ നമ്മൾ മേടിച്ചിട്ടോ, വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. അതെല്ലാം പറഞ്ഞ ഒരു കട്ട് ചെയ്യുന്നതിനിടയിലാണ് നമ്മൾ കൂട്ടിൽ നോക്കിയപ്പോൾ താറാവിനെ കണ്ടു കേട്ടോ. അപ്പോൾ താറാവിനെ കളിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് പീ കാണുന്നത് മൂപ്പര്. താറാവിനെ നമുക്ക് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ ഇറക്കിയാലെന്നൊക്കെ ചോദിച്ചിട്ട് ചെറുക്കിയാണ് പീ കാണുന്നത് കേട്ടോ. ഉള്ള കോമഡി കേട്ടിട്ടിപ്പോൾ നമുക്ക് കരച്ചില വരുന്നുണ്ട്. ആദ്യമൊക്കെ ചെറിയ വന്നിരുന്നു, ഇപ്പോൾ കരച്ചില വരുന്നത്. കാരണം ആ ജാതിയാണോ ഉള്ള വാശി. ആ നിപ്പ് കണ്ടു കഴിഞ്ഞാൽ താറാവിനോടെയും മേടിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് നിൽക്കുന്നത്. അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മൾ സാധനമൊക്കെ കിട്ടി നമ്മൾ തിരിച്ചു പോരുന്ന ഒരു കാഴ്ചയാണ് പീ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. തിരിച്ചു പോരുന്നിടക്കാണ് താറാവിനായിട്ട് സെൽഫി എടുക്കണം എന്ന് പറഞ്ഞിട്ട് സെൽഫി എടുക്കുന്ന കാഴ്ചയാണ് പീ കാണുന്നത്. അങ്ങനെ സാധനങ്ങളൊക്കെ പെറുക്കി നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോകണ കാഴ്ച കേട്ടോ ഇപ്പോൾ ഈ കാണുന്നത്. വേറെ എങ്ങോട്ടും ഇല്ല, നേരെ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രയൊക്കെ തന്നെ ഉള്ളൂ, പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. കാരണം അവളിന്ന് കരഞ്ഞ് കുന്നോളത്ത് അങ്ങാടി ആകെ നാശാക്കിയപ്പോൾ തന്നെ നമ്മുടെ മൂഡ് പോയി. ഇന്നത്തെ പരിപാടി ഏറെക്കുറെ ഇത്രേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂടെ കൂടണേ. ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.